ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്ന് നമ്മൾ ഒരുമിച്ച് കൂടി വന്നിരിക്കുമ്പോൾ ചിന്തയ്ക്ക് ആധാരമായിരിക്കുന്ന ചിന്താ വിഷയം എന്ന് പറയുന്നത് ജീസസ് ഇൻ ആൻഡ് ആസ് ഹ്യൂമൻ എന്നുള്ള സബ്ജക്റ്റാണ്. അതിന് ആധാരമായിട്ട് എടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 16 അധ്യായം 15 മുതൽ 20 വരെ. മാത്യു ചാപ്റ്റർ 16 വേഴ്സസ് ബിഗിൻ ഫ്രം 15 to 20. അതിൽ 15, 16, 17 വാക്യങ്ങളൊന്ന് വായിക്കാം. നിങ്ങളോ എന്നെ ആരെന്ന് പറയുന്നു എന്ന് അവൻ ചോദിച്ചതിന് ശിമോൻ പത്രോസ്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, ബർയോനാ ശിമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എൻ്റെ പിതാവത്രേ നിനക്ക് ഇത് വെളിപ്പെടുത്തിയത്. ഞാനൊരു ചോദ്യത്തോടു കൂടി നമ്മുടെ ഈ സെഷൻ ആരംഭിക്കാം. വാട്ട് മെയ്ഡ് യു എ ക്രിസ്ത്യൻ? എന്താണ് നിങ്ങളെ ഒരു ക്രിസ്ത്യാനിയാക്കിയത്? യു ക്യാൻ ഐദർ ബി അനദർ റിലീജിയസ് പേഴ്സൺ ഓർ ആൻ എത്തിയിസ്റ്റ്. ഇനി ഈ ചോദ്യം ഞാൻ ഏറ്റവും അവസാനം ചോദിക്കാം. അന്നേരം ഇപ്പോൾ നിങ്ങൾ മനസ്സിൽ കണ്ട ഉത്തരം ഒന്നുകൂടി പറയണം. ദൈവം മനുഷ്യനെ ഒരുപാട് സ്നേഹിച്ചതിൻ്റെ ഫലമായിട്ടാണ് തൻ്റെ സ്വന്തം പുത്രനെ ഈ ലോകത്തിന് നൽകിയത്. അപ്പോൾ തിരിച്ച് ഈ ദൈവത്തെ സ്നേഹിക്കേണ്ടതും ആവശ്യമാണ്. ഏത് ദൈവത്തെക്കുറിച്ചാണ് നിങ്ങൾ ഈ പറയുന്നത്? വിശ്വാസ പ്രമാണത്തിൻ്റെ ആദ്യം ഐ ബിലീവ് ഇൻ ഗോഡ് ദ ഫാദർ ഓൾമൈറ്റി എന്ന് പറയുന്നുണ്ട്. ഐ ബിലീവ് ഇൻ ഗോഡ്. ഏത് ദൈവത്തെക്കുറിച്ചാണ് ഈ പറയുന്നത്? ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് മെനി ഗോഡ്സ് ആൻഡ് ഗോഡസസ്, ഒരുപാട് ദേവന്മാരുടെയും ദേവതകളുടെയും ഇടയ്ക്ക് ഹു ഈസ് യുവർ ഗോഡ്? ഏതാ നീ വിശ്വസിക്കുന്ന ദൈവം? നീ വിശ്വസിക്കുന്ന ദൈവത്തെ നിനക്ക് കൂടുതലായി അറിയണമെങ്കിൽ നീ വിശ്വസിക്കുന്ന വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ അതിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങി ചെല്ലേണ്ടുന്നത് ആവശ്യമാണ്. പുതിയ നിയമവും പഴയ നിയമവും നമുക്ക് ദൈവത്തെ പരിചയപ്പെടുത്തി തരുന്നുണ്ട്. പഴയ നിയമത്തിൽ, ഓൾഡ് ടെസ്റ്റ്മെന്റിൽ ദൈവത്തെ അറിയുന്നത് ഗോഡ് ഈസ് ദ ക്രിയേറ്റർ ഹു ഡെലിവേർഡ് ഇസ്രായേലിറ്റ്സ് ഫ്രം എക്സൈൽ ആൻഡ് ഫ്രം ഈജിപ്റ്റ് ആൻഡ് ലെഡ് ദം ഇൻ ടു ദ പ്രോമിസ്ഡ് ലാൻഡ് ഓഫ് കാനാൻ. സൃഷ്ടിതാവായ ദൈവം ഇസ്രായേൽ മക്കളെ അവരുടെ പ്രവാസത്തിൽ നിന്നും ഈജിപ്തിൽ നിന്നും വിടുവിച്ച് അവർക്ക് വാഗ്ദത്തം ചെയ്തതായ കനാൻ അവർക്ക് നൽകിയ അവരുടെ ദൈവം. ദേ എക്സ്പീരിയൻസ്ഡ് ഗോഡ്. അവരവരുടെ ജീവിതത്തിൽ അനുഭവിക്കുകയായിരുന്നു ഈ ദൈവത്തെ. പുതിയ നിയമത്തിൽ വരുമ്പോൾ ക്രിസ്ത്യൻ ബിലീവ്സ് ഇൻ ദ സെയിം ഓൾഡ് ടെസ്റ്റ്മെന്റ് ഗോഡ്. പഴയ നിയമത്തിലെ അതേ ദൈവത്തെ തന്നെയാണ് പുതിയ നിയമവും പറഞ്ഞു തരുന്നത്. അബ്രഹാമിൻ്റെ ദൈവം, ഇസഹാക്കിൻ്റെ ദൈവം, യാക്കോബിൻ്റെ ദൈവം, മോശയുടെ ദൈവം. ബട്ട് ദിസ് ഗോഡ് ഈസ് ഫൈനലി ആൻഡ് ഫുള്ളി ഡിസ്ക്ലോസ്ഡ് ഇൻ ജീസസ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവിലൂടെ വെളിപ്പെട്ട ദൈവത്തെയാണ് പുതിയ നിയമം നമുക്ക് കാണിച്ചു തരുന്നത്. പൗലോസ പലയിടത്തും പറയുന്നുണ്ട്, ദൈവത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് തന്നെ ഗോഡ് ആൻഡ് ഫാദർ ഓഫ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് എന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പിതാവായ ദൈവം. ഇത് വിച്ച് ഈസ് മേക്കിംഗ് ക്ലിയർ വിച്ച് ഗോഡ് യു ആർ വർഷിപ്പിംഗ്. നീ ഏത് ദൈവത്തെ ആരാധിക്കുന്നത് എന്ന് നിനക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തരിക. ജീസസ് ഈസ് ദ ഇമേജ് ഓഫ് ഇൻവിസിബിൾ ഗോഡ്. പഴയ നിയമത്തിലെ അദൃശ്യനായ ദൈവം, ആ ദൈവത്തിൻ്റെ ദൃശ്യഭാവമാണ് യേശു ക്രിസ്തു എന്ന് കാണുവാനായിട്ട് സാധിക്കും. എബ്രായർക്ക് എഴുതിയ ലേഖനം 1 അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ വായിച്ചാൽ അവിടെ ഇങ്ങനെ പറയുന്നു: ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. അവനെ താൻ സകലത്തിനും അവകാശിയാക്കി വെച്ചു, അവൻ മുഖാന്തരം ലോകത്തെയും ഉണ്ടാക്കി. So it is clear, Jesus is the exact representation of God. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, ജീസസ് ഈസ് ഗോഡ്സ് സെൽഫ് റെവലേഷൻ. ദൈവം സ്വയം വെളിപ്പെടുത്തിയതാണ് യേശു ക്രിസ്തുവിലൂടെ. അങ്ങനെയെങ്കിൽ ഇപ്പോൾ നമ്മൾ ദൈവത്തെ മനസ്സിലാക്കിയെങ്കിൽ ഇനി ഈ ക്രിസ്തുവിനെ കൂടുതലായിട്ട് അറിയേണ്ടതായിട്ടുണ്ട്. ആരാണ് ക്രിസ്തു? ഹു ഈസ് ജീസസ്? ക്രിസ്തുവിന് പല ടൈറ്റിൽസ് കൊടുത്തിട്ടുണ്ട് വിശുദ്ധ വേദപുസ്തകം. മശിഹ, ലോർഡ്, സൺ ഓഫ് ഗോഡ്, സൺ ഓഫ് മാൻ, ഗോഡ്, അങ്ങനെ പല ടൈറ്റിൽസ് കൊടുത്തിട്ടുണ്ട്. ക്രിസ്തു ചെയ്ത പ്രവൃത്തിയും
ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നുണ്ട്. പുതിയ നിയമം യേശു ക്രിസ്തുവിനെ രക്ഷകനായിട്ടാണ് കണക്കാക്കുന്നത്. ജീസസ് ആസ് സേവിയർ. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 10-11 വാക്യങ്ങൾ വായിക്കുകയാണെങ്കിൽ ദൂതൻ ആട്ടിടയന്മാരോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. സോ ക്രിസ്തു രക്ഷിതാവാണ്. ഹീസ് അവർ സേവിയർ. പഴയ നിയമം പഠിക്കുകയാണെങ്കിൽ അവിടെ പറയുന്നു there is only one savior. ഒറ്റ രക്ഷിതാവേ ഉള്ളൂ, അത് ദൈവമാണ്. ആദിമ ക്രിസ്ത്യാനികളുടെ സിംബൽ എന്ന് പറയുന്നത് മത്സ്യത്തിൻ്റെ സിംബലായിരുന്നു, ഫിഷ്. ഗ്രീക്ക് ഭാഷയിൽ ഈ മത്സ്യത്തിന് ഇക്തൂസ് എന്ന് പറയും. ഇക്തൂസ് എന്ന് ഗ്രീക്കിൽ എഴുതിയിട്ട് അതിൻ്റെ ആദ്യ അക്ഷരങ്ങൾ എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ അതിങ്ങനെയാണ് വരുന്നത്: ജീസസ് ക്രൈസ്റ്റ് സൺ ഓഫ് ഗോഡ് സേവിയർ. യേശു ക്രിസ്തു ദൈവപുത്രൻ, രക്ഷിതാവ്. അപ്പൊ ജീസസ് ഫങ്ഷൻസ് ഓൺലി വാട്ട് ഗോഡ് ക്യാൻ ഡു. ദൈവത്തിന് മാത്രം പ്രവർത്തിക്കാൻ കഴിയുന്ന ചിലത് യേശുക്രിസ്തു ചെയ്യുന്നു. സാൽവേഷൻ, രക്ഷ, അത് ദൈവത്തിന് മാത്രമുള്ളതാണ്, ദൈവത്തിന് മാത്രം നൽകാൻ സാധിക്കുന്നതാണ് എന്ന് പഴയ നിയമം പറയുമ്പോൾ പുതിയ നിയമം പറയുന്നു യേശു ക്രിസ്തു രക്ഷിതാവാണ്. അപ്പൊ ഈ യേശു ആരാണ്? 11-ാം നൂറ്റാണ്ടിനൊക്കെ മുമ്പ് അത്തനേഷ്യസ് ഓഫ് അലക്സാൻഡ്രിയ, ഒരു തിയോളജിനാണ്, അദ്ദേഹം പറഞ്ഞ ഒരു കൊട്ടേഷൻ ഇങ്ങനെയുണ്ട്: നോ ക്രിയേച്ചർ ക്യാൻ അച്ചീവ് സാൽവേഷൻ ഫോർ അനദർ ക്രിയേഷൻ ഓർ ഫോർ ഹ്യൂമാനിറ്റി, ഓൺലി ഗോഡ് ക്യാൻ. അതായത് ഒരു സൃഷ്ടിക്കും മറ്റൊരു സൃഷ്ടിക്ക് രക്ഷ നൽകുവാനായിട്ട് സാധിക്കുകയില്ല, മനുഷ്യവർഗത്തിനും രക്ഷ നൽകുവാൻ സാധിക്കുകയില്ല. ഓൺലി ഗോഡ് ക്യാൻ. ദൈവത്തിന് മാത്രമേ രക്ഷ നൽകുവാൻ സാധിക്കുകയുള്ളൂ. ദൈവത്തിൻ്റെ രക്ഷാ പദ്ധതി നടപ്പാക്കാൻ ദൈവം തന്നെ ഇറങ്ങി വന്നതാണ് യേശു ക്രിസ്തു എന്ന് പറയുന്നത്. യോഹന്നാൻ പറയുന്നു, വേർഡ് ബിക്കം ഫ്ലഷ്, വചനം ജഡമായി തീർന്നു, ഡ്വെൽ അമംഗ് അസ്, നമ്മുടെ ഇടയിൽ പാർത്തു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. യേശു കർത്താവിനെ കുറിച്ച് പറയുമ്പോൾ അവൻ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായിരുന്നു എന്ന് പറഞ്ഞാൽ 100% ഗോഡ് ആൻഡ് 100% ഹ്യൂമൻ. അല്ലാതെ 50% ഗോഡും ബാക്കി 50% മനുഷ്യനും, അങ്ങനെയല്ല. അവൻ 100% ദൈവവും 100% മനുഷ്യനുമായിരുന്നു. പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനും. ക്രിസ്തുവിൻ്റെ ഹ്യൂമൻ നേച്ചർ, മാനുഷിക മുഖം, അത് നമുക്ക് വേദപുസ്തകം നല്ലതുപോലെ പറഞ്ഞു തരുന്നുണ്ട്. അവന് വേദനിച്ചു, അവന് വിശന്നു, അവന് ദാഹിച്ചു, അവൻ ചില ഇടങ്ങളിൽ കരഞ്ഞു എന്നൊക്കെ പറയുന്നത് അവൻ്റെ മാനുഷിക മുഖത്തെ കാണിച്ചു തരും. ഇനി ക്രിസ്തുവിൻ്റെ ഡിവൈൻ നേച്ചർ, ദൈവിക ഭാവം, അതെങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും? ജീസസ് ക്രൈസ്റ്റ് റിവീൽസ് ഗോഡ്. യേശു ക്രിസ്തു ദൈവത്തെ തൻ്റെ ജീവിതത്തിലൂടെയും പ്രവർത്തികളിലൂടെയും വചനത്തിലൂടെയും വെളിപ്പെടുത്തി തന്നു. ഹി റെപ്രസെന്റ് ഗോഡ്. രക്ഷ ദൈവത്തിന് മാത്രമേ ഉള്ളൂ എങ്കിൽ അത് ഈ മനുഷ്യന് നൽകിക്കൊണ്ട് ദൈവത്തെ പ്രതിനിധീകരിക്കുന്നു. സ്പീക്സ് ആൻഡ് ആക്ട് ആസ് ഗോഡ് ഫോർ ഗോഡ്. ദൈവത്തിന് വേണ്ടിയും ദൈവമായും അവൻ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തു. പുതിയ നിയമം പറയുന്നു, ജീസസ് ഈസ് എ മീഡിയേറ്റർ ബിറ്റ്വീൻ ഗോഡ് ആൻഡ് ഹ്യൂമാനിറ്റി. മനുഷ്യവർഗവും ദൈവവും തമ്മിലുള്ള ആ അന്തരം നീക്കുന്ന ഒരു മധ്യസ്ഥനായിട്ട് യേശുക്രിസ്തുവിനെ കാണിക്കുന്നുണ്ട്. എന്താണ് ക്രിസ്തു മീഡിയേറ്റ് ചെയ്തത്? 1, റെവലേഷൻ. 2, സാൽവേഷൻ. റെവലേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് നോളജ് ഓഫ് ഗോഡ്, ദൈവത്തെ പറ്റിയുള്ള അറിവിനെ കണക്കാക്കാം. വെളിപ്പെടുത്തി തരികയാണ്. ദൈവത്തെ വെളിപ്പെടുത്തി മനുഷ്യന് മനസ്സിലാകുന്ന തരത്തിൽ ദൈവത്തെ വെളിപ്പെടുത്തി തരിക, റെവലേഷൻ ഓഫ് ഗോഡ്. സാൽവേഷൻ, രക്ഷ, അത് ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയിലൂടെ ലഭ്യമാകുന്ന ഒന്നാണ്. ജസ്റ്റിൻ മാർട്ടിർ എന്ന് പറയുന്ന തിയോളജിയൻ പറയുന്നു,
True knowledge of God came through Christ. ക്രിസ്തുവിനെക്കുറിച്ചുള്ള പൂർണ്ണമായിട്ടുള്ള അറിവ്, ദൈവത്തെക്കുറിച്ചുള്ള പൂർണ്ണമായിട്ടുള്ള അറിവ് ക്രിസ്തുവിലൂടെ അത് പൂർണ്ണമായിട്ടുണ്ട് എന്ന് പറയുകയാണ്. നോളജ് ബിറ്റ്വീൻ ട്രാൻസെൻഡന്റ് ഗോഡ് ആൻഡ് ഹ്യൂമൻ. അദൃശ്യനായ ഒരു ദൈവവും മനുഷ്യനും തമ്മിലുള്ള ആ അന്തരത്തെ മാറ്റിക്കൊണ്ട് ഒരറിവ് പകർന്നു തരികയാണ്. ഇനിയും ക്രിസ്തു മീഡിയേറ്റർ ഓഫ് സാൽവേഷൻ എന്ന് പറയുന്നുണ്ട്, രക്ഷയുടെ മീഡിയേറ്റർ. ജോൺ കാൽവിൻ ഇങ്ങനെ പറയുന്നുണ്ട്, ജീസസ് ഈസ് ദ ചാനൽ ഓഫ് ഗോഡ്സ് റിഡീമിംഗ് വർക്ക് മെയ്ഡ് അവൈലബിൾ ടു ഹ്യൂമാനിറ്റി. ക്രിസ്തു ദൈവത്തിൻ്റെ രക്ഷാപദ്ധതിയുടെ ഒരു ചാനലായിരുന്നു, മനുഷ്യവർഗത്തിന് വേണ്ടിയുള്ള രക്ഷാപദ്ധതിയുടെ ഒരു ചാനലായിരുന്നു എന്ന് പറയുന്നു. ശ്രദ്ധിച്ചേ പ്രിയപ്പെട്ടവരെ, ഒരു ദൈവം മനുഷ്യന് വേണ്ടി, അല്ലെങ്കിൽ എനിക്ക് വേണ്ടി, എൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഞാനായി ഇറങ്ങി വന്ന ദൈവം. ഇതെന്താ കാണിക്കുന്നേ? ഗോഡ് അവൈലബിൾ ടു അസ്. ദൈവം നമുക്ക് സമീപസ്ഥനാണ്, നമുക്കരികിലുണ്ട്, അവൻ അവൈലബിൾ ആണ്. സ്റ്റിൽ ഗോഡ് ഈസ് അവൈലബിൾ ടു അസ് ആൻഡ് ഹീ ഈസ് അമംഗ് അസ് ആസ് ലിവിങ് ക്രൈസ്റ്റ്. ജീവിക്കുന്ന ക്രിസ്തുവായിട്ട് അവൻ ഇന്നും നമ്മുടെ ഇടങ്ങളിലും ഇടത്തുമുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, ആദ്യം പറഞ്ഞത് ഏത് ദൈവത്തെയാണ് നീ വിളിക്കുന്നത് എന്ന് പറഞ്ഞു. ദൈവത്തെ പരിചയപ്പെടുത്തി. ദൈവത്തെ പരിചയപ്പെടുത്തുമ്പം ക്രിസ്തുവിനെ പരിചയപ്പെടുത്താതെ പറ്റത്തില്ലല്ലോ. കാരണം ആ ക്രിസ്തുവല്ലേ നമുക്ക് ദൈവത്തെ പൂർണ്ണമായി പരിചയപ്പെടുത്തി തന്നത്, വെളിപ്പെടുത്തി തന്നത്. ആ ക്രിസ്തുവിനെ പരിചയപ്പെടുത്തി. ദൈവത്തിൻ്റെ പ്രസൻസ് അത് ഇന്നും നമ്മോട് കൂടുണ്ടെന്ന് പറഞ്ഞു. എന്നാൽ ഇന്നും ചില ആളുകൾ ഈ ദൈവത്തിൻ്റെ പ്രസൻസിനെ ചോദ്യം ചെയ്യാറുണ്ട്. വേർ ഈസ് ഗോഡ്? ദൈവം എവിടെയാ? അപ്പോൾ ചിലപ്പോൾ നമ്മൾ പറയും സ്വർഗത്തിലുണ്ട്, ഹെവൻ. ഓഹോ, അങ്ങനെയെങ്കിൽ ഈ സ്വർഗം എവിടെയാ? അതങ്ങ് ദൂരെയാ എന്നൊക്കെ പറഞ്ഞ് നാം പലപ്പോഴും രക്ഷപ്പെടാറുണ്ട്. അപ്പോൾ അവർ പറയും ഗോഡ് ഈസ് ആബ്സെന്റ് ഇൻ ഹിസ്റ്ററി. ചരിത്രത്തിൽ അങ്ങനെ ഒരു പുരുഷനില്ല, സോ ഗോഡ് ഈസ് ഇർറെലവൻറ്റ്. എന്നാൽ ഇവിടെ ചരിത്രത്തിലേക്ക് ഇറങ്ങി വന്നൊരു ദൈവമുണ്ട്. നിന്റെ രക്ഷയ്ക്കായി നിന്റെ ഇടത്തിലേക്ക് ഇറങ്ങി വന്ന ദൈവം. തിരിച്ചറിയുന്നുണ്ടോ ഈ ദൈവ സാന്നിധ്യം? ഈ ദൈവവും നീയും തമ്മിലുള്ള ബന്ധം എങ്ങനെയുണ്ട്? ഈ ദൈവവും നീയും തമ്മിലുള്ള ബന്ധം എങ്ങനെയുണ്ട്? ഹൗ ഈസ് യുവർ റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്? മാർട്ടിൻ ബൂബർ എന്ന് പറയുന്ന ഒരു ജൂയിഷ് തിയോളജിയനുണ്ട്. അദ്ദേഹം 2 തരത്തിലുള്ള ബന്ധത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഐ ആൻഡ് ഇറ്റ് റിലേഷൻഷിപ്പും ഐ ആൻഡ് യു റിലേഷൻഷിപ്പും. ദൈവം ഒരു വ്യക്തിയാണ്, ഒരു വ്യക്തിത്വമാണ്. അങ്ങനെയെങ്കിൽ ദൈവവും നമ്മളും തമ്മിൽ ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പാണ് വേണ്ടിയേ. ഐ ആൻഡ് ഇറ്റ് റിലേഷൻഷിപ്പ് അല്ല വേണ്ടിയത്, ഞാനും അതുമല്ല. മറിച്ച് ഐ ആൻഡ് യു റിലേഷൻഷിപ്പ്, ഞാനും നീയും പോലെ വ്യക്തിത്വമുള്ള വ്യക്തിപരമായ ഒരു ബന്ധമാണ് നമുക്ക് വേണ്ടിയത്. ഐ ആൻഡ് ഇറ്റ് റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ അത് ഇംപേഴ്സണലാണ്. എന്നാൽ ഐ ആൻഡ് യു റിലേഷൻഷിപ്പ് അത് പേഴ്സണലാണ്. ആ പേഴ്സണായിട്ടുള്ള ബന്ധത്തിൽ മാനുഷിക ഭാവങ്ങളായ സ്നേഹം, സന്തോഷം, സങ്കടം എല്ലാം ഉപയോഗിക്കാമെന്ന് ദൈവം ക്രിസ്തുവിലൂടെ കാണിച്ചു തന്നു. ഹൗ ഈസ് യുവർ റിലേഷൻഷിപ്പ്? എങ്ങനെയുണ്ട് ഈ ദൈവവുമായിട്ടുള്ള നിന്റെ ബന്ധം? ക്രിസ്തു ദൈവമാണ് എന്ന് പറയാൻ കാരണം 3 കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. 1, ജീസസ് ക്രൈസ്റ്റ് റിവീൽസ് ഗോഡ്. യേശു ക്രിസ്തു ദൈവത്തെ വെളിപ്പെടുത്തി തന്നു. 2, ജീസസ് ബെയറർ ഓഫ് സാൽവേഷൻ. രക്ഷയുടെ വാഹകനാണ് ക്രിസ്തു. 3, ജീസസ് ക്രൈസ്റ്റ് ഡിഫൈൻസ് ഷേപ്പ് ഓഫ് റിഡീമിംഗ് ലൈഫ്. രക്ഷയ്ക്ക് ശേഷമുള്ള ജീവിതം എന്ത് എന്ന് ക്രിസ്തു തൻ്റെ ജീവിതത്തിലൂടെ കാട്ടിത്തന്നു. ഈ കാലം ക്രിസ്തുവിൻ്റെ മാനുഷിക മുഖത്തിന് വലിയ പ്രാധാന്യം നൽകിയപ്പോൾ അടിസ്ഥാന വിശ്വാസം നൽകാനാണ് ഞാൻ ശ്രമിച്ചത്. നിങ്ങൾക്കറിയാത്ത ഒന്നും ഞാൻ പറഞ്ഞില്ല, മറിച്ച് ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ്. ഓൾ ദീസ് ഹ്യൂമാനിറ്റി അറ്റ് ദ പീക്ക് ഷോസ് ഡിവിനിറ്റി. ക്രിസ്തുവിൻ്റെ എല്ലാ മാനുഷിക മുഖങ്ങളും അതിൻ്റെ പീക്കിൽ കാണിക്കുന്നത് ഒരു ഡിവൈൻ നേച്ചറാണ്, ഡിവിനിറ്റിയാണ്, ദൈവത്വമാണ്. വാട്ട് മെയ്ഡ് യു ക്രിസ്ത്യൻ എന്ന് ഞാൻ നിങ്ങളോട് ആദ്യം ചോദിച്ചു. എന്താണ് നിങ്ങളെ ക്രിസ്ത്യാനിയാക്കിയത്?
ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുകയും നിങ്ങൾ ആലോചിക്കുകയും ചെയ്തത്, ഒരുപക്ഷെ നിങ്ങളുടെ ഫാമിലി, നിങ്ങൾ ജനിച്ചത് ഒരു ക്രിസ്തീയ കുടുംബത്തിലായതുകൊണ്ട് നിങ്ങൾ ക്രിസ്ത്യാനിയായി എന്നോ, അല്ലെ ഒരുപക്ഷെ നിങ്ങളുടെ സുഹൃത്ത് നിങ്ങളെ സ്വാധീനിച്ചുകൊണ്ട്, അല്ലെ ചില അച്ഛന്മാർ അല്ലെങ്കിൽ ചില പ്രിയപ്പെട്ടവർ അവരുടെ ഒരു സ്വാധീനം കാരണം ഞാൻ ക്രിസ്ത്യാനിയായി എന്ന് പറയുന്നവരുണ്ട്. എന്നാൽ ഈ ചോദ്യം നിങ്ങളോട് ചോദിക്കുന്നതിന് മുമ്പ്, കാലങ്ങൾക്ക് മുമ്പേ മറ്റൊരു മനുഷ്യനോട് ചോദിച്ചിരുന്നു. അത് മറ്റാരുമല്ല, സാധു സുന്ദർ സിംഗാണ്. സാധു സുന്ദർ സിംഗിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. അദ്ദേഹം ഒരു സിഖ് മതത്തിൽ വിശ്വസിച്ചിരുന്ന വ്യക്തിയായിരുന്നു. എന്നാൽ യേശു ക്രിസ്തു അദ്ദേഹത്തിന് വെളിപ്പെട്ടപ്പോൾ അദ്ദേഹം ഒരു ക്രിസ്ത്യനായി. അതിനുശേഷം അദ്ദേഹത്തോട് ചോദിച്ച ചോദ്യമാണ്, വാട്ട് മെയ്ഡ് യു എ ക്രിസ്ത്യൻ? അന്ന് അദ്ദേഹം നൽകിയ ഉത്തരം വളരെ ശ്രദ്ധേയമാണ്. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ക്രൈസ്റ്റ് ഹിംസെൽഫ് മെയ്ഡ് മീ എ ക്രിസ്ത്യൻ. ക്രിസ്തുവാണ് എന്നെ ക്രിസ്ത്യാനിയാക്കിയത്. വെൻ ഹി റിവീൽഡ് ഹിംസെൽഫ് ടു മീ, ഐ സോ ഹിസ് ഗ്ലോറി ആൻഡ് വാസ് കൺവിൻസ്ഡ് ദാറ്റ് ഹി വാസ് ദ ലിവിങ് ക്രൈസ്റ്റ്. ജീവിക്കുന്ന ദൈവം അവനാണ് എന്ന് അവൻ എനിക്ക് വെളിപ്പെടുത്തിയപ്പോൾ ഞാൻ അവൻ്റെ മഹത്വത്തിലൂടെ മനസ്സിലാക്കി. അദ്ദേഹം തുടർന്നു, ബൈബിൾ വായിച്ചത് കൊണ്ടല്ല, മറിച്ച് എൻ്റെ ഡെയിലി ലൈഫിൽ ഞാൻ കണ്ടതും ഈ ദൈവത്തെ അനുഭവിച്ചതും കൊണ്ടാണ് ഞാൻ ക്രിസ്ത്യാനിയായത്. അദ്ദേഹം പറയുന്നു, സുവിശേഷം വായിച്ചത് കൊണ്ടല്ല, മറിച്ച് അവൻ കാരണമാണ് ഞാൻ സുവിശേഷം വായിക്കേണ്ടി വന്നത് എന്നെൻ്റെ ഓർമ്മയാണ്, എൻ്റെ ബോധ്യമാണ് എന്നെ ക്രിസ്ത്യാനിയാക്കിയത്. ക്രിസ്ത്യാനിയാകുന്നതിന് മുമ്പും എനിക്ക് അദ്ദേഹത്തിൻ്റെ പഠിപ്പീരുകൾ വളരെ ഇഷ്ടമായിരുന്നു. പക്ഷേ ക്രിസ്തു ജീവനോടെ ഉണ്ട് എന്ന അറിവിന് ശേഷമാണ് എൻ്റെ സംശയങ്ങൾ പലതും മാറിയത് എന്ന് സാധു സുന്ദർ സിംഗ് പറയുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്കും ഇന്ന് ഒരുപാട് സംശയങ്ങളാണ്. ഈ ദൈവമുണ്ടോ? ഈ ദൈവം ഇന്നും കൂടെയുണ്ടോ? ഈ ദൈവം ജീവനോടെ ഉണ്ടോ? പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവുമായിട്ടുള്ള ബന്ധം അതിൻ്റെ ആഴത്തിലെത്തുമ്പോൾ മാത്രമേ, ആ ക്രിസ്തു നിനക്ക് വെളിപ്പെടുമ്പോൾ മാത്രമേ നിൻ്റെ സംശയങ്ങൾക്ക് ഒരു അറുതി ഉണ്ടാകത്തുള്ളൂ. ക്രൈസ്റ്റ് ഈസ് മൈ സേവിയർ, മൈ ലൈഫ് ആൻഡ് എവ്രിതിങ്. ഈ ഒരു സെൻറ്റൻസൂടെ പറഞ്ഞാണ് ആ ചോദ്യത്തിനുള്ള ഉത്തരം സാധു സുന്ദർ സിംഗ് അവസാനിപ്പിക്കുന്നത്. നല്ല വ്യക്തതയാണ് ക്രിസ്തു അദ്ദേഹത്തിന് ആരാണ് എന്ന്. അദ്ദേഹത്തിൻ്റെ രക്ഷിതാവ്, അദ്ദേഹത്തിൻ്റെ ജീവിതവും അദ്ദേഹത്തിന് എല്ലാം തന്നെ എന്ന് അദ്ദേഹം പറയുക. വി മസ്റ്റ് ഓൾസോ എക്സ്പീരിയൻസ് ക്രൈസ്റ്റ് ഇൻ അവർ ഡെയിലി ലൈഫ്. ദൈവം നിന്നെ ഓരോ ഇടത്തും കരുതിയത് നീ തിരിച്ചറിയണം. മനുഷ്യത്വം മൂലം നന്മ കാണുമ്പോൾ അതിൻ്റെ പിന്നിലെ ദൈവികതയെ നാം കാണണം, ദൈവത്തെ കാണണം. ജീസസ് ഇൻ ആൻഡ് ആസ് ഹ്യൂമൻ ഫോർ അവർ സാൽവേഷൻ. ക്രിസ്തു മനുഷ്യനായത്, അല്ലെങ്കിൽ ദൈവം മനുഷ്യനായത് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് എന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം. നമ്മൾ ആദ്യം വായിച്ച വേദഭാഗത്തിൽ ഇങ്ങനെയാ തമ്പുരാൻ ചോദിക്കുന്നത്, നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? ശിഷ്യന്മാരോടാ ചോദ്യം. ശിമോൻ പത്രോസ് ഉത്തരം പറയുന്നുണ്ട്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാകുന്നു. തിരിച്ച് കർത്താവ് പറയുന്ന ഉത്തരം, പത്രോസേ, ജഡരക്തങ്ങളല്ല ഇത് നിനക്ക് വെളിപ്പെടുത്തി തന്നത്, ഇതെൻ്റെ പിതാവായ ദൈവമാണ് നിനക്ക് വെളിപ്പെടുത്തി തന്നത്. അതെ, ജഡരക്തങ്ങൾ വെളിപ്പെടുത്തുന്നതിനപ്പുറം ഈ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ രൂപപ്പെടേണ്ടതാണ് നിൻ്റെ വിശ്വാസം. അങ്ങനെ ബന്ധപ്പെട്ടതാണ്, അങ്ങനെ രൂപീകരിക്കപ്പെട്ടതാണ് നിൻ്റെ വിശ്വാസമെങ്കിൽ നിൻ്റെ വിശ്വാസത്തെ ആർക്കും ചോദ്യം ചെയ്യാൻ സാധിക്കില്ല. പ്രിയപ്പെട്ടവരെ, 20-ാമത്തെ വാക്യം, ആ വാക്യം ഇങ്ങനെ പറഞ്ഞ് അവസാനിക്കുന്നത്, പിന്നെ അവൻ ക്രിസ്തുവാകുന്നുവെന്ന് ആരോടും പറയാതിരിപ്പാൻ ശിഷ്യന്മാരോട് കൽപ്പിച്ചു. ശിഷ്യന്മാർ പറയുന്നതിനപ്പുറം ഈ ക്രിസ്തുവിനെ അനുഭവിച്ചാണ് നാം മനസ്സിലാക്കേണ്ടത് എന്ന് യേശു ക്രിസ്തു തന്നെ വെളിപ്പെടുത്തുകയായി വചനത്തിലൂടെ. പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളോട് ഏതാനും കാര്യങ്ങൾ പറയുവാനായിട്ട് ആഗ്രഹിച്ചത്. ഞാൻ ചോദിച്ചത് വാട്ട് മെയ്ഡ് യു എ ക്രിസ്ത്യൻ എന്നുള്ള ചോദ്യത്തോടു കൂടിയാണ്. എന്താ നിങ്ങളെ ക്രിസ്ത്യാനിയാക്കിയത്? ആ ചോദ്യം നിങ്ങളെ എല്ലാ കാലത്തും അലട്ടണം. ഏത് ദൈവത്തെക്കുറിച്ചാണ് നിങ്ങൾ ഈ പറയുന്നത്? ഏത് ദൈവമാണ് നിങ്ങളുടെ ദൈവം എന്നുള്ള ബോധ്യം ഉണ്ടായിരിക്കണം. പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന അതേ ദൈവം തന്നെയാണ് പുതിയ നിയമത്തിലും. അത് ക്രിസ്തുവിലൂടെ വെളിപ്പെടുന്നതാ.
ക്രിസ്തുവിലൂടെ വെളിപ്പെടുന്ന ദൈവത്തെ ക്രിസ്തു ആരാണെന്ന് അറിയുന്നതിലൂടെ കൂടുതലായിട്ട് അറിയാൻ സാധിക്കും. ക്രിസ്തുവിലേക്കുള്ള അറിവ് വർദ്ധിപ്പിക്കുകയല്ല, മറിച്ച് ആ റിലേഷൻഷിപ്പ് ഡീപ്പൻ ചെയ്യുമ്പോൾ, അത് ആഴത്തിലുള്ളതാകുമ്പോഴാണ് ക്രിസ്തുവുമായിട്ടുള്ള ബന്ധം വർദ്ധിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം. അവൻ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായിരുന്നു എന്ന് മനസ്സിലാക്കണം. ഹ്യൂമൻ നേച്ചറിനോടൊപ്പം തന്നെ അവൻ്റെ ഡിവൈൻ നേച്ചറും നാം മനസ്സിലാക്കണം. ക്രിസ്തു രക്ഷിതാവാണ്. ഹീസ് അവർ സേവ്യർ. രക്ഷ, സാൽവേഷൻ അവനിലൂടെയാണ് വന്നതെന്നുള്ള ബോധ്യം നമുക്ക് വേണം. ഹി റിവീൽസ് ഗോഡ്. ദൈവത്തെ വെളിപ്പെടുത്തി തന്നതാണ് ക്രിസ്തു. അതുകൊണ്ട് തന്നെ യേശു ക്രിസ്തു ദൈവത്തെ വെളിപ്പെടുത്തിയെന്നും രക്ഷ അവനിലൂടെ ഉണ്ടായെന്നും രക്ഷയ്ക്കപ്പുറമുള്ള ജീവിതം അവനിൽ സുരക്ഷിതമാണെന്ന് നാം മനസ്സിലാക്കണം. കാലഘട്ടത്തിൻ്റെ